ഈശ്വരന്റെ ഭാഷയെന്ന് മുകുന്ദേട്ടൻ ഉദ്ദേശിച്ചത് എന്താ? ലിപിയോ അക്ഷരമോ ശബ്ദമോ ഇല്ലാത്ത സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഭാഷയാണത്. ഹൃദയത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്ന അമൃത് പോലെയാണത്. അനുഭവത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. മലിനമായ ചിന്തകളും അഹങ്കാരവും കൊണ്ട് മനസ്സ് മൂടിയാൽ ഒരിക്കലും അത് അനുഭവിക്കാൻ കഴിയില്ല. ഒരിക്കലും ആ ഭാഷ മനസ്സിലാക്കാനുമാവില്ല. മുകുന്ദേട്ടൻ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അഭിചേച്ചി എന്തെങ്കിലും ശരിയായി ചിന്തിക്കുമെന്ന് കരുതി സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ലല്ലോ. ഉള്ളിലെ ഈശ്വരന്റെ വാക്കുകൾക്ക് ചേച്ചി ചെവി കൊടുത്തിരുന്നെങ്കിൽ വീട്ടിലൊരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവും മീര, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ അപ്രസക്തമാവും. അതിലും വലുത് വന്നാൽ തൊട്ടു മുമ്പുണ്ടായിരുന്നത് നിസ്സാരമായിട്ട് തോന്നും. അതെ, നമുക്ക് ചുറ്റും വലിയൊരു യുദ്ധമോ കലാപമോ നടക്കുകയാണ്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാമെന്നൊരു അവസ്ഥ വന്നാൽ വീട്ടിലെ വഴക്കുകൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവുമോ? വലിയൊരു വരൾച്ച വന്നു, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമോ കഴിക്കാൻ ആഹാരമോ ഇല്ല. ആ സമയത്ത് ആരെങ്കിലും സ്വത്തിൻ്റെ പേരിൽ വഴക്കിടുമോ? നമ്മുടെ ജീവവായുവിൽ വിഷം കലർന്നു, ശ്വസിക്കാനാവുന്നില്ല. വളരെ ശ്രദ്ധിച്ച് ശ്വാസമെടുത്താൽ മാത്രം അല്പം പ്രാണവായു ലഭിക്കും. അങ്ങനൊരു അവസ്ഥ വന്നാൽ മറ്റെല്ലാം മറന്ന് മനുഷ്യർ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കില്ലേ? അതുപോലെയാണ് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതും പോകുന്നതും. നമ്മുടെ മുൻഗണനകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ ആദർശ് ജയിലിലായിരുന്നപ്പോൾ അഭിരാമി ഉണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾ മീര അവഗണിച്ചു. കാരണം എന്താ? ആദർശിനായിരുന്നു മുൻഗണന. ആദർശ് തിരിച്ചെത്തിയപ്പോൾ അത് മാറി. ശരിയാണ്. പക്ഷേ വീട്ടിലെ സമാധാനമില്ലാത്ത അവസ്ഥ വരുമ്പോ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. സുഖമായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടും എന്തിനെങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. ചില സ്വഭാവങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ആരൊക്കെ മീരയ്ക്കെതിരെ ആരോപണങ്ങളുമായി വന്നാലും താൻ അത് ചിന്തിക്കാത്ത കാര്യമാണെങ്കിൽ അത് തൻ്റെ തെറ്റല്ല. അത് സ്വയം ഏറ്റെടുത്ത് വേദനിക്കേണ്ട ആവശ്യവുമില്ല. വീട്ടിലെ വഴക്കുകൾ മീര സൃഷ്ടിച്ചതല്ല എന്ന് മീരയ്ക്കറിയാം, ആദർശിനറിയാം, അമ്മയ്ക്കും ആൻറ്റിക്കും അറിയാം, അഭിരാമിയുടെ ഭർത്താവിനും അറിയാം. പിന്നെ അങ്ങനൊരു വാക്ക് കേട്ടാൽ താൻ എന്തിനാടോ വിഷമിക്കുന്നത്? മനസ്സാണ് വലുത്. എവിടെയും കാണാൻ സാധിക്കാത്ത, ഈ ശരീരത്തിൽ എവിടെയും കാണാത്ത ആ മനസ്സ് ഈശ്വരൻ തന്നെയാണ്. ദുഷ്ചിന്തകളെ അടക്കിയാൽ ഈശ്വരനെ കാണാം. ചിന്തകളുടെ ഒരു കൂട്ടം മാത്രമാണ് മനുഷ്യൻ എന്ന മിഥ്യയ്ക്കപ്പുറം ഈശ്വരൻ എന്ന സത്യത്തെ തിരിച്ചറിയും. വിഘ്നേഷ് സാർ വന്നില്ലേ? ഇല്ല, വിഘ്നേഷ് ഏട്ടൻ അത്യാവശ്യമായി മറ്റൊരു മീറ്റിംഗ് വന്നു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ എളുപ്പമായിരുന്നു. അത് കാര്യമാക്കണ്ട. പാർട്ടീഷൻ ചെയ്യുന്നതെല്ലാം എന്റെ പേരിലേക്ക് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചാലും മതി. എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച കമ്പനിയുടെ പാർട്ടീഷനാ ഇത്. ഓക്കെ മാഡം, ഞാൻ നിങ്ങളുടെ കമ്പനി വക്കീലുമായിട്ടും ഓഡിറ്ററുമായിട്ടും സംസാരിച്ചു. പേപ്പേഴ്സ് എല്ലാം അവരെനിക്ക് മെയിൽ അയച്ചു തന്നു. ഞാനത് നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റിനേക്കാളും വാല്യൂ ഉള്ളത് ദേവ ബിൽഡേഴ്സ് എന്ന കമ്പനി നെയിമാണ്. അത് നിങ്ങൾക്ക് തരണമെന്ന് അവകാശം ഉന്നയിക്കണം. ആ പേര് മതി. നിങ്ങൾക്ക് ഈ മേഖലയിൽ അടുത്ത 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. മേഡം എന്താ ആലോചിക്കുന്നത്? അത് പഠിത്തം കഴിഞ്ഞപ്പോ തൊട്ട് ആദർശാണ് കമ്പനി നോക്കി നടത്തിയിരുന്നത്. അമ്മ ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ മാനേജ് ചെയ്ത് ആദർശിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മാത്രമായിരുന്നു. പെട്ടെന്ന് ഞാൻ കമ്പനിയുടെ ടൈറ്റിൽ ചോദിച്ചാ അവരത് തരുമോന്നൊരു സംശയം. നിങ്ങളുടെ കമ്പനി ബാലൻസ് ഷീറ്റിൽ ഗുഡ്വില്ലായി കാണിച്ചിരിക്കുന്ന എമൗണ്ടിനേക്കാൾ 10 ഇരട്ടിയെങ്കിലും വാല്യൂ ഉണ്ട് ദേവ ബിൽഡേഴ്സ് എന്ന പേരിന്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ പേര് സ്വന്തമാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ശരി, ഞാനത് സംസാരിക്കാം. വെറുതെ സംസാരിച്ചാൽ പോരാ, കാര്യമായിട്ട് തന്നെ പറയണം. പിന്നെ മാഡത്തിന്റെ ബ്രദർ ജയിലിൽ കിടന്നതുകൊണ്ട് ആ ടൈറ്റിൽ ബ്രദറിന് കൊടുത്താൽ കമ്പനിയുടെ സൽപ്പേരിനെ അത് നശിപ്പിക്കുമെന്ന് പറയണം. അതിന് ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞല്ലോ. കോടതി ആദർശിനെ വെറുതെ വിടുകയും ചെയ്തു. ശരിയാണ്, പക്ഷേ ആദർശിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതൊരു വലിയ ന്യൂസ് ആയിരുന്നു.
അന്ന് ആ ന്യൂസ് കണ്ട ജനങ്ങളുടെ 10-1 പോലും ആദർശിനെ വെറുതെ വിട്ട കാര്യം അറിഞ്ഞിട്ടില്ല. ഏയ് അങ്ങനെയൊന്നും അല്ല. അങ്കിളിനെ അറസ്റ്റ് ചെയ്തതും വലിയ ന്യൂസ് ആയിരുന്നു. അതല്ലല്ലോ ഇവിടെ വിഷയം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും മാഡം. എന്റെ കക്ഷിക്ക് ആവശ്യമായ കാര്യങ്ങൾ അതേത് വിധേനയും നേടിക്കൊടുക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനൊരു പക്ഷേ വളച്ചൊടിച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നേക്കാം. എന്റെ അമ്മയെ വക്കീലിന് നന്നായി അറിയാത്തത് കൊണ്ടാ. അമ്മയ്ക്ക് തരണമെന്ന് തോന്നിയാൽ തരും. അല്ലാതെ ഞാൻ പിടിച്ചു വാങ്ങാൻ വാശി കാണിക്കുന്നു, അതിനില്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുന്നു വന്നാ ചിലപ്പോ ഒന്നും തരാതെ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം മാഡം. ഇവിടെ മക്കൾക്ക് തുല്യമായ വീതം വെക്കണമെന്ന നിയമവ്യവസ്ഥയുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ കമ്പനിയുടെ പേരിന്റെ കാര്യം ഞാൻ സംസാരിക്കാം. അത് വളരെ ക്ലെവറായ ഒരു അഡ്വൈസ് ആയിരുന്നു. താങ്ക് യു മാഡം. അതുപോലെ പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് മാഡം വിളിച്ചാൽ മതി. ഐ ആം ഹിയർ അറ്റ് യുവർ സർവീസ്. ശരി. അച്ഛാ, ബീനാമേ. ആഹാ, മീരമോളോ? ഹരേട്ടാ, ദേ മീരമോള് വന്നിരിക്കുന്നു. വാ മോളെ, വാ. ഇരിക്കെ, മോക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ? വേണ്ട ബീനാമേ, ഒന്നും വേണ്ട. മോൾ അമ്പലത്തിൽ പോയോ? പോയി അച്ഛാ. ആദർശ് വന്നില്ലേ? ഇല്ല. എന്താ മോളെ ഒരു വിഷമം പോലെ? വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഒരു സമാധാനവും. എന്താ മോളെ, അഭിരാമിയുടെ കാര്യമാണോ? അതെ അച്ഛാ, അഭിചേച്ചി വലിയ പ്രശ്ന. വീട്ടിലിപ്പോ പാർട്ടീഷൻ നടത്തണമെന്നുള്ള രീതിയിലൊക്കെയാ സംസാരം. പാർട്ടീഷനോ? എന്നിട്ട് മാധവ മേഡം എന്തു പറഞ്ഞു? അമ്മ വലിയ വിഷമത്തിലാ. അമ്മയ്ക്ക് ആദർശേട്ടനെയും അഭിചേച്ചിയും തള്ളി പറയാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും കാരണം അവര് തന്നെയാ. അവരെന്തിനാ വിവാഹം കഴിപ്പിച്ചു വിട്ട മകളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? ഒരമ്മയ്ക്ക് മക്കൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ ബീനെ? വിവാഹം കഴിച്ച് വിട്ടാലും അല്ലെങ്കിലും അത് മാറുമോ? അതിന്റെ അല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്. പാവം മീരമോള് കല്യാണം കഴിഞ്ഞ് ചെന്നത് മുതല് ആ പെണ്ണിന്റെ പോരനുഭവിക്കുക. അങ്ങനെയൊന്നുമില്ല ബീനാമേ. അതൊക്കെ മോള് വെറുതെ പറയുന്നതാ. സൂരജ് പറഞ്ഞ് ആ പെണ്ണിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒന്നും മോൾ ആരോടും പറയാതെ എല്ലാം സഹിക്കുകയാണെന്നും അറിയാം. കുടുംബം ആകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സഹിച്ചും ക്ഷമിച്ചും കുടുംബത്തിൽ വഴക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചു വച്ചാ, പക്ഷേ ചേച്ചിക്ക് എന്നെ അംഗീകരിക്കാൻ ഒട്ടും സാധിക്കുന്നില്ല. ഒരു പരിധിവരെ എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ചേച്ചി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതും. അത് മീര കാര്യമാക്കണ്ട. ഒരു കണക്കിന് സ്വത്ത് പാർട്ടീഷൻ ചെയ്യുന്നതാ നല്ലത്. പിന്നെ അവകാശമൊന്നും പറഞ്ഞു വരില്ലല്ലോ. പറഞ്ഞു പിരിയാൻ എളുപ്പമാണ്, പക്ഷേ മുറിയുന്ന ബന്ധങ്ങൾ പിന്നെ ചേർക്കാൻ പാടാണ്. അതുകൊണ്ട് പിരിഞ്ഞു പോകാതെ നോക്കണം മോളെ. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ അച്ഛൻ അറിയാലോ. എന്നെ എല്ലാവരും ഒന്നിച്ചുണ്ടാവണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്റെ ഹരിയേട്ടൻ എന്തിനാ ഇങ്ങനെ ഓരോ ഉപദേശം മീരയ്ക്ക് കൊടുക്കുന്നത്? സത്യം പറഞ്ഞ ഹരിയേട്ടന്റെ ഓരോ വർത്തമാനം കേട്ടിട്ടാ മീരയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ബീന എന്തായി പറയുന്നത്? ഞാനാണ് മീരയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണോ? അങ്ങനല്ല. നമുക്ക് വേണ്ടത് നമ്മുടെ മകൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ അഭിരാമി ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം മീരയ്ക്ക് സമാധാനം ഉണ്ടാവുമെന്ന് ഹരിയേട്ടന് തോന്നുന്നുണ്ടോ? എന്താ മറുപടി ഇല്ലാത്ത? ഇല്ലാന്ന് തുറന്നു പറയാലോ. ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് സത്യം. അപ്പൊ പിന്നെ ആ നാശത്തിനെ അവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യം എന്താ? അങ്ങനെയൊന്നും പറയാതെ ബീനെ. എത്രയൊക്കെ പറഞ്ഞാലും അഭിരാമി ആദർശിന്റെ സഹോദരിയാണ്, മാധവ മാഡത്തിന്റെ മൂത്ത മോള്. അതുകൊണ്ട് ആ കുട്ടിയോട് മാഡത്തിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. മീര ചെന്നതിന്റെ പേരിൽ അഭിരാമി പോയാൽ മാധവ മാഡത്തിന്റെ മനസ്സിൽ അതൊരു കരടായി കിടക്കും. ആ പേടി എനിക്കുണ്ടച്ചാ. പക്ഷേ ചേച്ചി മനഃപൂർവ്വം ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക.
എന്നെ കുറ്റപ്പെടുത്തുമ്പോ ആദർശേനെ എതിർക്കുന്നുണ്ട്. ഇപ്പൊ ആദർശേനോടും ദേഷ്യം. എന്തായാലും ആദർശന് അവളുടെ തനി സ്വഭാവം മനസ്സിലായത് നന്നായി. അല്ലെങ്കിൽ മീര ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയേനെ. ആദർശ് കാര്യങ്ങളെല്ലാം നേരിൽ കാണുകയല്ലേ. മീരയുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ലെന്നും ആദർശിന് ഉറപ്പ് കാണും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നതേ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് അവളെ വീട്ടിൽ കയറ്റില്ലെന്നാ. അതല്ലേ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ആ വിഘ്നേഷ് ആണെങ്കിൽ ഒരു പെൺകോന്തനും. വിഘ്നേശ്വരനൊരു പാവാ. വഴക്കും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ചേട്ടൻ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. ചിലരങ്ങനെയാണ് മോളെ. അവർക്ക് മറ്റെന്തിനേക്കാളും വലുത് അവരുടെ വാശിയാ. പക്ഷെ അതുമൂലം അവർക്കുണ്ടാകാൻ പോകുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് അവർ ഓർത്തൊന്നും വരില്ല. സത്യം പറഞ്ഞാ എനിക്കൊരു സമാധാനം ഇല്ല അച്ഛാ. അതാ ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാന്ന് കരുതി ഇറങ്ങിയത്. മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അഭിരാമി സ്വയം തിരുത്തുന്ന ഒരു ദിവസം വരും. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുന്നതാ ബുദ്ധി. അല്ലെങ്കിൽ ആ കുടുംബം നശിക്കും. അബി, നീ എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ? നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കെന്തെങ്കിലും പറ്റിയാലേ നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാൻ പറ്റുള്ളോ? ഇന്ന് ആ വക്കീലിനെ കാണാൻ പോണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോ എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നല്ലോ. അബി, നാളെ മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ നടക്കുക. ഞാൻ കോച്ചിങ് കൊടുക്കുന്ന 3 പേരാ മത്സരത്തിനുള്ളത്. എന്റെ തിരക്കെന്താ നീ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങളുടെ ശിഷ്യന്മാരിലൂടെ നേടി സായുജ്യം അടങ്ങാനുള്ള ഓട്ടത്തിലായിരിക്കും അല്ലേ? ഞാൻ ഈ കമ്പനിയുടെ കാര്യത്തിനെല്ലാം ഒറ്റയ്ക്കിടന്ന് ഓടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഉച്ച കഴിഞ്ഞ് വക്കീലിനെ കാണാൻ ഞാനും വരാന്ന് പറഞ്ഞതല്ലേ. പിന്നെന്താ? എനിക്കൊരു കാര്യത്തിന് പുറത്തു പോവാൻ നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. ഞാൻ തനിയെ പോയി വക്കീലിനെ കണ്ടു, കാര്യങ്ങളും സംസാരിച്ചു. ആ, അത്രേ ഉള്ളു കാര്യം. വക്കീലിനെ കണ്ട് സംസാരിച്ചെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയൊന്നും അല്ല. ആ, വക്കീല് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? കമ്പനി വീതം വെക്കുമ്പോ കമ്പനിയുടെ പേര് നമുക്ക് കിട്ടണമെന്ന്. ആണോ? എന്താ ഒരു ആലോചന? അല്ല, അമ്മയും ആദർശം സമ്മതിക്കൂ? ദേവ ബിൽഡേഴ്സ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്പനിയല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ ആ പേര് നമുക്ക് സ്വന്തമാവണമെന്ന് വക്കീല് പറഞ്ഞത്. വക്കീല് പറഞ്ഞത് വെച്ച് അത് കിട്ടണമെന്നുണ്ടോ? നമ്മളത് വാങ്ങണം. എന്റെ അബി, ആ പേര് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അതൊക്കെ ആദർശം എടുത്തോട്ടെ. ആദർശനാണെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് എല്ലാം അറിയാം. നമ്മൾ ഈ പേര് വാങ്ങിയിട്ട് വെറുതെ എടുത്താ പൊങ്ങാത്ത ഭാരം തലയിൽ വെച്ച് ചുമക്കുന്ന പോലെയാവും. ആണുങ്ങളായ കുറച്ച് ചുണയൊക്കെ വേണം. ആ പേര് സ്വന്തമാക്കിയ അടുത്ത 5 വർഷത്തേക്ക് പ്രോജക്റ്റുകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നാ വക്കീല് പറഞ്ഞത്. ആയിക്കോട്ടെ, പ്രോജക്റ്റ് കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാനും പറ്റണം. കമ്പനി ആദർശം തന്നെ നടത്തി ഇപ്പൊ പോകുന്ന രീതിയിൽ മുന്നോട്ട് പോയാ എന്താ കുഴപ്പം? നമുക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ എല്ലാ വർഷവും ഓഡിറ്റിംഗ് കഴിയുമ്പോൾ നല്ല ഷെയറും കിട്ടും. അതും വാങ്ങി സ്വസ്ഥമായിട്ട് കഴിയുകയും ചെയ്യാലോ. പോരാത്തതിന് 4 തലമുറ വാരിക്കോരി ചെലവാക്കിയാലും തീരാത്ത അസറ്റും ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതിന്റെയൊക്കെ പുറകെ പോയി ആദർശിനെ അമ്മയും വെറുപ്പിക്കുന്നത്? ആ മീര കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോ മുതല് അമ്മ അവളെ പൊക്കി പറയാൻ തുടങ്ങിയതാ. ആദർശ് അവളെ കല്യാണം കഴിച്ചപ്പോ അമ്മ അവളെ എടുത്തങ്ങ് തലയിൽ വെച്ചു. അവിടെ നിന്നിപ്പോ അമ്മ അവളെ താഴെ ഇറക്കി വെച്ചുവെങ്കിൽ അത് എന്റെ മിടുക്ക് തന്നെയാ. ഇവിടെ എല്ലാ കാര്യത്തിലും മീരേക്കാൾ ബുദ്ധിയും പവറും കഴിവും എനിക്കുണ്ട്. പക്ഷേ അതാരും അംഗീകരിക്കുന്നില്ല. കമ്പനിയിലെ സ്റ്റാഫ് വരെ ജിയുമായിട്ട് ഞാനുള്ളപ്പോ മീരെ വിളിച്ച് ഓരോന്നിനും അനുവാദം ചോദിക്കും. അതെല്ലാം നിർത്തണം. ഒരു കാട്ടിൽ ഒരു സിംഹം മതി. ആയിക്കോട്ടെ, നീ സിംഹോ പുലിയോ എന്ത് വേണേലും അയക്കോ. പക്ഷെ കമ്പനി പിരിച്ചെടുത്ത് തീരാത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം തലയിൽ വെച്ച് അവസാനം ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ അബി വെറുതെ വീട്ടിലൊരു വഴക്കുണ്ടാക്കുന്ന? കണ്ടോ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് വെളി വന്നത് കണ്ടോ? നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? വെറുതെ മസിലും പിടിച്ചു നിന്നോളൂ. ദേ അബി,
ബോഡി ഷേമിംഗ് വലിയ കുറ്റമാണേ. ജാമ്യം പോലും കിട്ടില്ല. ശരി, എന്നെ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക. അതിനെങ്കിലും ധൈര്യം ഉണ്ടെന്ന് നോക്കട്ടെ. നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞത്? എന്നെ കൊണ്ട് ഈ കമ്പനി നോക്കാൻ പറ്റില്ല എന്നല്ലേ? അങ്ങനെ ഒരു ധാരണ ഇവിടെ പലർക്കും ഉണ്ട്. അത് ഞാൻ മാറ്റി കാണിച്ചു തരാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അബി, നീ വെറുതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വക്കീലൊക്കെ കാശുണ്ടാക്കാൻ പല കാര്യങ്ങളും പറയും. അവർക്ക് കേസ് വേണം, കാശ് വേണം, ക്ലയന്റിന് എന്ന് പ്രശ്നങ്ങളും വേണം. വെറുതെ അവരൊക്കെ പറയുന്ന കേട്ട് ഈ വീട്ടിൽ നീ കുഴപ്പമുണ്ടാക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ കമ്പനി പാർട്ടീഷൻ നടത്തി ദേവ ബിൽഡേഴ്സ് എന്ന പേരും സ്വന്തമാക്കി ഞാനിത് അന്തസ്സായിട്ട് നടത്തി കാണിക്കും. ആ വക്കീലിനെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറും ആക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്നിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. എനിക്കൊരു എതിർപ്പുമില്ല. അഭിയുടെ അച്ഛന്റെ അമ്മയുടെയും കമ്പനി. അത് നിങ്ങൾ പാർട്ടീഷൻ നടത്തുകയോ പേര് മാറ്റുകയോ എന്ത് വേണേലും ചെയ്തോ. ഞാൻ എന്തിനതൊക്കെ എതിർക്കുന്നത്? ഇവിടുത്തെ വഴക്കുകൾ ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ തന്റെ ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്തോ. ഞാൻ എല്ലാത്തിനും കൂടെയുണ്ട്. ഞാനെന്നാ പൊക്കോട്ടെ. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. രാത്രി ആദർശ് മീരയും എല്ലാം വന്നു കഴിഞ്ഞ് അമ്മയും ആന്റിയും ഉള്ളപ്പോ എനിക്കിതെല്ലാം പറയണം. നിങ്ങളും കൂടെ ഉണ്ടാവണം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ശരി, പോയിട്ട് എപ്പോ വരും? എപ്പോ വരണം? 5 മണി. 6 മണി. ശരി, 5:30 വരണം. ഓക്കേ. എന്നാ പൊയ്ക്കോ. എന്താ വരാൻ വൈകിയത്? ഇത്രയും ലേറ്റായപ്പോ ഞാൻ കരുതി താഞ്ഞി വരില്ലാന്ന്. അങ്ങനെ ഞാൻ വരാതിരിക്കോ? സൂരജിനെ കാണണമെന്നും സംസാരിക്കണമെന്നും എനിക്കും ആഗ്രഹമില്ലേ? അങ്ങനെയല്ല, വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. വീട്ടിലെ കാര്യം ഊഹിക്കാലോ. ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അമ്മ 100 ചോദ്യം ചോദിക്കും. അച്ഛനും മുത്തശ്ശിയും എനിക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രാ എനിക്കിങ്ങനെ പുറത്തേക്ക് വരാനും എന്തിന് ഡാൻസ് എന്ന എന്റെ പാഷൻ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ അമ്മ എന്നെ ആരുടെങ്കിലും കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടേനെ. അതൊക്കെ പണ്ട്. ഇനി തന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സത്യം, ഒന്നിന്റെ പേരിലും വിദ്യ ഇനി നഷ്ടമാക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ ഓർത്തിട്ടാ. സൂരജില്ലാതെ എനിക്കും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വിദ്യയുടെ സ്നേഹത്തിൽ എനിക്ക് എന്നേക്കാൾ വിശ്വാസമുണ്ട്. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ട് വിദ്യ. എനിക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? സത്യം പറഞ്ഞ ഹരിയച്ചൻ്റെയും മീരയുടെയും ഔദാര്യത്തിലല്ലേ എൻ്റെ ഈ ജീവിതം പോലും. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചിന്തിക്കാതെ പറ്റില്ലല്ലോ. ഇതല്ലേ സത്യം. ഏതൊരു മാതാപിതാക്കളും പെൺമക്കൾക്ക് ഏറ്റവും ബെസ്റ്റല്ലേ തിരഞ്ഞെടുക്കൂ. പ്രത്യേകിച്ച് ധന്യാൻ്റിയെ പോലെ ഒരാൾ. എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റാ ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സൂരജിന് ഒരു കുറവുമില്ല. ഇപ്പൊ നല്ല ജോലിയുണ്ട്. പിന്നെ അമ്മ പറയുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ പണത്തോടോ സമ്പത്തിനോടോ എനിക്ക് യാതൊരു കൊതിയുമില്ല. എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്ന, എനിക്കൊപ്പം നിൽക്കുന്ന ഒരാളെയാ. അതിന് സൂരജിനെ പറ്റൂ. സത്യം പറയാലോ വിദ്യ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണ്. ആയിരുന്നു. ആദർശന്റെ ഇഷ്യൂ വന്ന് മീരയ്ക്കൊപ്പം നിൽക്കേണ്ടി വന്നപ്പോഴാ എൻ്റെ ചിന്താഗതികൾ മാറിയത്. അതെനിക്കറിയാം. എനിക്കറിവായ നാൾ മുതൽ സൂരജിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ സൂരജ് അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ സൂരജിന്റെ ഓരോ മാറ്റങ്ങളും എന്നെ പേടിപ്പിച്ചു. എന്റെ ഈ ഇഷ്ടം ആരെ അറിയിക്കാതെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാന്ന് പോലും
ഞാൻ ഓർത്തതാ. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സൂരജിനെ മറക്കാൻ പറ്റിയില്ല. എന്റെ ഭാഗ്യം. സത്യമാണ് പറഞ്ഞത്. തന്റെ മനസ്സിൽ എന്നോട് ഈ സ്നേഹം തോന്നിയത് എന്റെ ഭാഗ്യമാണ്. തനിക്കറിയാവോ, ആദ്യം തന്നെ എനിക്കും തന്നോട് ഇഷ്ടം തോന്നിയിരുന്നു. പിന്നെ എനിക്ക് തന്റെ സ്നേഹത്തിന് അർഹതയില്ല എന്ന എൻ്റെ കോംപ്ലക്സ്, ആ സ്നേഹം വേണ്ടാന്ന് തോന്നിക്കുകയായിരുന്നു. വിദ്യ എന്നോട് സ്നേഹം തുറന്നു പറഞ്ഞ ദിവസം അത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ എന്നിട്ടും അത് വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാണ് ആദ്യം ഞാൻ എതിർപ്പ് കാണിച്ചത്. അത് എന്നെ എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയോ? മരിച്ചാലെന്ന് പോലും ചിന്തിച്ചു. മരിക്കാനോ? അങ്ങനെ മരണത്തിന് ഞാൻ തന്നെ വിട്ടുകൊടുക്കോ? താൻ എന്തേതാടോ? എൻ്റെ മാത്രം. ഈ വാക്ക് എനിക്ക് വിശ്വാസ സൂരജ്. പക്ഷേ സൂരജ് എനിക്കൊരു ഉറപ്പ് തരണം.